ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ രാവിലെ നമ്മൾ റെഡിയായി നേരെ പോയത് കേക്കക്കോട ഗണപതി അമ്പലത്തിലാണ്. അവിടെ പോയി ഒരു പിച്ചിപ്പൂവൊക്കെ മേടിച്ചിട്ട് അമ്പലത്തിൽ തൊഴുതിറങ്ങിയിട്ട് പിച്ചിപ്പൂവൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ പോയത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലാണ്. അവിടെ ഒരു ടോക്കൺ കിട്ടും കേട്ടോ. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടോക്കൺ കിട്ടും പനിനീർ അഭിഷേകത്തിന്. അങ്ങനെ അതിനുള്ള പനിനീർ അഭിഷേകത്തിനുള്ള ആ ഒരു പനിനീരും മേടിച്ച് ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതു. അങ്ങനെ അവിടെ ഫുൾ തൊഴുതിറങ്ങി നന്ദികേശനെയും ബാക്കി ഉപദേവതകളെയും കാര്യങ്ങളെല്ലാം തൊഴുത്ത് ഞങ്ങൾ അമ്പലത്തിൽ നേരെ ഇറങ്ങി. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള തന്നെ പഴയിടം എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഗൂഗിളിൽ നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് പോയത്. പക്ഷേ ഇതുപോലൊരു വേസ്റ്റ് കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് വന്നിട്ട് രാവിലെയാണ് പോയത്. മേ ബി എനിക്കറിയത്തില്ല എന്താണെന്ന്, പക്ഷേ ഫുഡ് ഓർഡർ എടുക്കാൻ പോലും ഭയങ്കര ലേറ്റായിരുന്നു. 9:45 9 എന്തോ ആയി ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ട്. പക്ഷേ തിരിച്ചിറങ്ങിയത് ഒരു 11 മണി. അത്രയും ലേറ്റായിരുന്നു. ഫുഡും ആ പറഞ്ഞ ഹൈപ്പിനുള്ളതില്ല. ഭയങ്കര ഉപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ എത്തിയത് ആറ്റുകാലായിരുന്നു. ആറ്റുകാൽ ഫുഡ് ഉണ്ടായിരുന്നു, സദ്യ. അങ്ങനെ അതൊക്കെ കഴിച്ചു. അത്യാവശ്യം ഞങ്ങൾ ആറ്റുകാലെത്തി തൊഴുതിറങ്ങിയപ്പോൾ നല്ല ലേറ്റായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പിന്നെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം കണ്ടു. പിന്നെ നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ മണ്ഡപത്തിൽ പോയി തൊഴുതു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ പോയത് ലെൻസ് കാർട്ടിൽ എനിക്ക് ഈ ഒരു ഗ്ലാസ് എടുക്കണമായിരുന്നു. അങ്ങനെ അതിന് പോയി. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ലൈം ജ്യൂസ് കുടിക്കാൻ ആസാദി കയറി കേട്ടോ. നല്ല ടയേർഡായിരുന്നു. കാരണം ഒരൊറ്റ പഴയിടം റെസ്റ്റോറൻറ്റിൽ കയറിയത് കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത ടൈമെല്ലാം ഭയങ്കര എന്താ പറയുക, സമയം ഭയങ്കരമായിട്ട് ലേറ്റായി. അങ്ങനെ പിന്നെ നമ്മൾ നേരെ സ്മാർട്ട് ബസാറിൽ പോയി. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഷോപ്പിംഗ് ഇൻ ദ സെൻസ് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ദെൻ കുറച്ച് എന്താ പറയുക, എനിക്കൊരു ബോട്ടിൽ മേടിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു. ദെൻ സ്നാക്സൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം എടുത്ത് ഞങ്ങൾ ബില്ലിംഗ് ഒക്കെ ചെയ്തു. എനിക്ക് ഈ ടോയ്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മൊബൈൽ പോയിന്റിലായിരുന്നു. എനിക്ക് ഫോണിൻ്റെ ചാർജിങ് കേബിൾ മേടിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.